കനത്ത ചൂടിനെയും വകവെച്ചുകൊണ്ടുള്ള സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. എന്നോടൊപ്പം ഈ ഒരു ഘട്ടത്തിലുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ശ്രീ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനിയാണ്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വലിയൊരു ആവേശത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോഴെങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? ആദ്യം വീണ്ടും എൻ്റെ സുഹൃത്തിനെ ഈ പാച്ചിലിൻ്റെ ഇടയിൽ കണ്ടതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഈ സുഹൃത്തിനെ വളരെ നന്നായിട്ട് പോണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ കാണുന്നതിനേക്കാൾ സൂക്ഷ്മതലത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. വളരെ വലിയ ആവേശമാണ്. വളരെ വലിയ ഒരു ആവേശം എന്നൊക്കെയുള്ള വാക്കൊരു സാധാരണ വാക്കാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ ചിന്തയുടെ, ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ വിവേകത്തിൻ്റെ വളരെ വലിയൊരു ഒരു പ്രതികരണമാണ്. അത് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് എമ്പാടും കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്, നമുക്കെപ്പോഴും അറിയുന്നതാണ്. പക്ഷെ അത് കൂടുതൽ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നമ്മുടെ സാധാരണക്കാരുടെ രാഷ്ട്രീയ പ്രബുദ്ധത വളരെ അത്ഭുതകരമാണ്. വിശേഷമായിട്ട് കാണുന്നുണ്ട്. അത് എല്ലായിടത്തും അവർ ഈ ചൂടിലും ഇങ്ങനെ വന്നിരിക്കുക, മണിക്കൂറുകളോളം വന്നിരിക്കുക. മുതിർന്നവർ, സഹോദരിമാർ, ഈ കൊച്ചുകുട്ടികൾക്ക് വോട്ടില്ലെങ്കിലും അവർക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും അതിനൊക്കെ പ്രകടമാക്കുന്ന, അതിനൊക്കെ ആവിഷ്കരിക്കുന്ന വളരെ സമഗ്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അതാണ് UDFന് അനുകൂലമായിട്ട് നാട്ടുകാരുടെ നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങളിലൂടെ ഈ മണ്ഡലത്തിൽ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു പ്രസ്താവന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങളുടെ ഒരു പ്രസ്താവന, സമസ്ത എന്ന് പറയുന്ന സംഘടന അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിരോധമോ താല്പര്യമോ ഇല്ല, അങ്ങനെ സമസ്ത ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എവിടെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. വിശേഷം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ ആ നിലയിൽ സമസ്തയിലെ ഒരു വിഭാഗം വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു വിമർശനമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജിഫ്രി തങ്ങൾ അത്തരം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത് മറുപടി പോലും അർഹിക്കാത്തൊരു ചോദ്യമാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച വഴിതിരിച്ചു വിടാനും നമ്മുടെ നാട്ടിലെ ബഹുമാന്യമായിട്ടുള്ള സംഘടനകളെ, പ്രസ്ഥാനങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത നാട്ടിലെ സാംസ്കാരികമായിട്ടൊക്കെയുള്ള മേഖലയിൽ ദീർഘകാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ അതിലേക്ക് വലിച്ചഴക്കാനുള്ള ആ ശ്രമം തന്നെ വളരെ അപലപനീയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, അതിലൊരു അജണ്ട മാറ്റുന്നൊരു പരിപാടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ പറയുന്നവർക്ക് ബോധ്യമില്ലെങ്കിൽ അവരെ സ്വയം ചികിത്സിക്കട്ടെ. പക്ഷേ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം, സമസ്ത ഏതായാലും ഇതിലേക്ക് വലിച്ചഴക്കണ്ട. സമസ്തയുടെ നയം വളരെ വ്യക്തമാണ്. അത് സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സമസ്ത ഇന്ന് പൊട്ടിമുളച്ചതല്ലല്ലോ. സമസ്ത പതിറ്റാണ്ടുകളായിട്ട് ഇവിടെയുള്ളൊരു മഹാപ്രസ്ഥാനമാണ്, ഒരു വടവൃക്ഷമാണ്. ഇത്രയും കാലത്ത് സമസ്ത എങ്ങനെയായിരുന്നു അത് തന്നെയാണ് സമസ്ത എപ്പോഴും. സമസ്ത തെരഞ്ഞെടുപ്പിൽ ഇറങ്ങലോ, സമസ്ത വോട്ട് പിടിക്കാൻ ഇറങ്ങലോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത് സമസ്തയുടെ നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലപ്പുറം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. മഹത്തായ സമസ്തയുടെ പേര് ഇതിലേക്ക് തങ്ങളുടെ കുൽസിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വലിച്ചഴക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ. ഒന്ന്. മറ്റൊന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. അതിലെ ഇഷ്യൂസ്, അതിലെ പ്രശ്നങ്ങൾ തീർത്തും ദേശീയമാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിലവിലുള്ള 10 കൊല്ലത്തെ ഭരണം, കേന്ദ്ര ഭരണത്തെ, ആ പാർട്ടി NDA ഭരണത്തെ അവസാനിപ്പിക്കലാണ്. അവിടെ ഒരു മതേതര ഗവൺമെൻറ്റിനെ കൊണ്ടുവരലാണ്. അതിന് സാധിക്കുന്നത് ഇന്ത്യ അലയൻസിനാണ്. അതിൻ്റെ തലപ്പത്ത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിനെ കഴിയൂ. അപ്പോൾ കോൺഗ്രസ്സിനെങ്ങനെ സംശയത്തിൽ നിർത്തിക്കളയാം എന്നൊന്നും വിചാരിച്ചിട്ട് ആരും വെറുതെ അടുപ്പത്ത് വെള്ളം വെക്കുന്നതിൽ കാര്യമില്ല. ആ വെള്ളം തിളക്കില്ല. കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് പല സ്ഥലത്തും ആധിപത്യമുണ്ട്, കോൺഗ്രസും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളും. അപ്പോൾ ഉത്തരേന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും വൻതോതിലാണ് കോൺഗ്രസിൻ്റെ മുന്നേറ്റം. UPയിൽ, മധ്യപ്രദേശിൽ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് ഒരു മതേതര ഗവൺമെൻറ് വേണം. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രത്യാശ, അതിനെ ക്ഷീണിപ്പിക്കാൻ ഇമ്മാതിരി കാര്യങ്ങളെ കൊണ്ടൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് എത്ര ബാലിശമാണ്. ഒരുപക്ഷെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആ നിലയിൽ ഒരു ഫോൺ കോളുകളൊക്കെ തന്നെ ഈ ഒരു അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചേക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അല്ലേ? ഞാൻ അതിനൊന്നും ഇനി മറുപടിയേ പറയുന്നില്ല. തീർച്ചയായും അത് അർഹിക്കുന്നില്ല. കാരണം അതൊന്നും ഒരു വിഷയമേ അല്ല. ഒരു വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ പോണത് എന്തിനാന്ന് ജനങ്ങൾക്കറിയാം.
ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കും അതറിയാം. പിന്നെ ഇത് എന്താ അത്ര അപ്രസക്തമാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ജനങ്ങളോട് എന്ത് പറയുന്നു, ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, വലിയ വലിയ കാര്യങ്ങളല്ലേ. ഈ ഒരു 5 കൊല്ലത്തിനിടയിൽ ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടുന്നൊരു അവസരമാണ് ലോക്സഭയിലേക്ക് ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കാനാണത്. ഇന്ത്യ ആര് ഭരിക്കണം, ഇന്ത്യ എങ്ങോട്ട് പോകണം, ഇന്ത്യയുടെ ദിശ എങ്ങോട്ടായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇരട്ട വട്ടത്തിൽ നിന്നിട്ട് കൊച്ചു കാര്യങ്ങൾ കുത്തിപ്പൊക്കി അതിലൂടെ എങ്ങനെയാണതൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ഉന്നയിക്കാൻ പറ്റാത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രധാനം തന്നെ, പക്ഷേ ഇതൊരു പ്രദേശത്തായിരിക്കുമല്ലോ, പ്രാദേശികമായിട്ട് അതിൻ്റെയൊക്കെ അപ്പുറത്ത് പോലും ഉന്നയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദേശീയമായിട്ടുള്ള അതൊരു ആശയ ദാരിദ്ര്യമായിട്ട് നമ്മളൊക്കെ കണക്കാക്കുന്നുള്ളൂ. ഒരു നിലപാടില്ലായ്മയുടെ ശോച്യാവസ്ഥ എന്നേ അതിനെക്കുറിച്ച് പറയാം. അങ്ങ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങേ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ജനങ്ങൾക്കില്ല. അവസാനമായി എങ്ങനെയാണ് ജനങ്ങളുടെ ആ നിലയിലൊരു പ്രതികരണം മലയാളികൾക്ക് അറിയുന്നൊരു വ്യക്തി എന്ന നിലയിൽ? ജനങ്ങൾ എല്ലായിടത്തും ചെല്ലുമ്പോഴും നമ്മുടെ സഹോദരി സഹോദരന്മാർ കാത്തു നിൽക്കുന്നു. എല്ലാ അപാലവൃദ്ധം ജനങ്ങൾ, ഒരു വ്യത്യാസമില്ല, മതം, സമുദായം, കക്ഷികൾക്കും അപ്പുറത്തുന്നു. കാരണം നമ്മൾ കേൾക്കാൻ കേട്ടവരോ ഒക്കെ ഉണ്ടായിട്ട് വരുന്നു, കൈപിടിക്കുന്നു, അവർ പറയുന്നു നിങ്ങൾ കാത്തു നിൽക്കുകയാണ്, കാണാൻ കാത്തു നിൽക്കുകയാണ്, കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടുന്ന് അടുത്തൊരു സ്ഥലത്ത് നിന്ന് പറയുന്നു, കാണാൻ ഒരു ഓട്ടോറിക്ഷ അങ്ങ് കടന്നു പോകുമ്പോൾ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ സഹോദരന്മാർ, ഞാൻ ഈ നാട്ടിൽ ജീവിച്ചൊരു ജീവിതമാണത്. എൻ്റെ രാഷ്ട്രീയം ഇതിൽപ്പെടും. രാഷ്ട്രീയത്തിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചു, പാർലമെൻറ്റിനകത്ത്, രാജ്യസഭയിലും ലോക്സഭയിലും പിന്നെ നിയമസഭയിലും, അതെല്ലാത്തെയും ഉണ്ടല്ലോ നമ്മുടെ പ്രവർത്തനങ്ങൾ. ജനങ്ങൾക്കിടയിൽ നമ്മളെപ്പോഴും നല്ലതിന് വേണ്ടി നിലകൊണ്ടു, ഐക്യത്തിന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊണ്ടു, മനുഷ്യ സൗഹൃദത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് നിലകൊണ്ടു. അതൊക്കെ മലയാളികൾ വിലയിരുത്തുമല്ലോ. നമ്മുടെ മലയാളി സമൂഹം പ്രബുദ്ധരാണല്ലോ, അവർക്കിതൊക്കെ അറിയാമല്ലോ. അതൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രതികരണം കാണുമ്പോൾ ചിലപ്പോൾ ഞാനും വികാരാധീനനായി പോയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. ഞാനൊരു അവസരം ഉണ്ടായാൽ അതിനെക്കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ വൈകാരികമായി എന്നെ സ്പർശിച്ച, വളരെ ഹൃദയസ്പർശമുണ്ടാക്കിയ എത്രയോ രംഗങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ആളുകൾ ഇപ്പോൾ കാണുമ്പോഴൊക്കെ നമ്മൾ കണ്ണ് നിറയുന്നൊക്കെ അങ്ങനെ കണ്ടല്ലോ. അതെന്തോ ഒരു പാരസ്പര്യം നമുക്കിടയിൽ നേരത്തെ നിലനിൽക്കുന്നുണ്ട്. വാക്കുകൊണ്ടായിരിക്കാം, ഹൃദയബന്ധം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോടുള്ള, അതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളോടും നമ്മുടെ നിലപാടുകളോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധത. അത് അവർക്ക് വേണ്ടി നമ്മൾ പറയുന്നല്ലോ, എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അദ്ദേഹം പറയുന്നല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കണം ആത്മസ്വരമായി, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആത്മസ്വരമായി മാറാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത് ഞാൻ ഉന്നയിച്ചു പോകുന്ന വിഷയങ്ങൾ, നമ്മുടെ പൊതുപ്രശ്നങ്ങൾ, ഏക സിവിൽ കോഡിനെതിരെ, ആരാധനാലയങ്ങളുടെ കയ്യേറ്റത്തിനെതിരെ, അതോടൊക്കെ ഒപ്പം കർഷകർക്ക് വേണ്ടി, അംഗൻവാടി വർക്കേഴ്സിന് വേണ്ടി, ആശാ വർക്കേഴ്സിന് വേണ്ടി, നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതിൽ കൈയിട്ട് വാരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊക്കെ വെട്ടിച്ചുരുക്കി അതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. അതിനോട് ബന്ധപ്പെട്ട മറ്റ് പല പ്രശ്നങ്ങളും ഞാൻ ലോക്സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പുതിയൊരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, നിർമ്മിത ബുദ്ധി. ഈ നിർമ്മിത ബുദ്ധിയെപ്പറ്റി ചിലപ്പോഴൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറയും. ഞാൻ ലോക്സഭയിലൊക്കെ പറഞ്ഞു, ഇതുകൊണ്ട് ജോലി കിട്ടിയാലും അത് സമൂഹത്തിലെ ഉപരിവർഗത്തിലുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യുള്ളൂ. നമ്മുടെ സാധാരണക്കാരായ മക്കൾക്ക് ഇന്നത്തെ അവസ്ഥ വെച്ച് നാളെ മാറി വരുമെന്ന് പറയാൻ കഴിയില്ല. അത് ഡിജിറ്റൽ കോളനി ഉണ്ടാക്കാമെന്നല്ലാതെ നമ്മുടെ കുട്ടികളുടെ തൊഴിലില്ലായ്മ അത് പരിഹരിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ. കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ഇതാണ്, ഈ കർഷകർ സമരം ചെയ്യുമ്പോൾ നമ്മൾ ഈ മാതിരി ചിലർ ഈ ബാലിശമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കർഷകർ സമരത്തിലാണ്. അതുപോലൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്, വിലക്കയറ്റമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ദുഃഖിക്കുന്നവർക്ക് വേണ്ടി, വിഷമിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സഭക്കകത്ത് മാത്രമല്ല പുറത്തും. അതാണ് UDF, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ നടത്തിയ ഒരു സഞ്ചാരം മലയാളി സമൂഹത്തിലൂടെ, ഐക്യം, മൈത്രി, സഹവർത്തിത്വം, ആ സന്ദേശവുമായിട്ട് ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. മലയാളികൾ എല്ലായിടത്തും എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, എല്ലാ തലമുറയിൽപ്പെട്ടവരും. അതിൻ്റെ ഒരു സ്നേഹം, അതിൻ്റെ ഒരു വികാര വായ്പ് അതുണ്ട്. അതും രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാണ്. ഇതൊക്കെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ്. ഈ നാട് അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവനയാണ് അഭിവന്ദനായ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള, ഞാൻ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ്. കേട്ടാൽ തോന്നുന്നു വല്ല കവിതയാണോ? കവിതയാണത്. അത് രാഷ്ട്രീയത്തിൻ്റെ കവിതയാണ്, അല്ലെങ്കിൽ കവിതയുടെ രാഷ്ട്രീയമാണ്. അത് അത്ര വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത കാലത്ത് ഈ രാജ്യം വേറെ കേട്ടിട്ടില്ല. ആ വെറുപ്പിനെതിരെയാണ് നമ്മുടെ ഫൈറ്റ്.
അത് വെറുപ്പിനെ തോൽപ്പിക്കണം. അതിന് മതേതര, അത് പറഞ്ഞാൽ പോരാ, മതേതര ശക്തികളെ സഹായിക്കാനൊരു, ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാൻ നടക്കല്ല വേണ്ടത്. രാഹുൽ ഗാന്ധി ഏക പ്രത്യാശയാണ്, രണ്ടാമതൊരു പേര് പറയാനില്ല ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ. അപ്പം അദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യസ്നേഹിയെ, അദ്ദേഹത്തെ പോലുള്ളൊരു കാരുണ്യ ഹൃദയമുള്ള ഒരു ശരിയായ രാഷ്ട്രീയമുള്ള ഒരു മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉള്ളിൽ വഹിക്കുന്ന, അത് പുറത്തും വഹിക്കുന്ന, കണ്ടില്ലേ രാഹുൽ ഗാന്ധി പോകുന്നിടത്തൊക്കെ ആളുകൾ അണ പൊട്ടി ഒഴുകി വരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കാണുമ്പോൾ അവരുടെ ദുഃഖവും അണ പൊട്ടി ഒഴുകുന്നു. അതൊരു മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതിലേക്ക് ഇന്ത്യ വരും, അതിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകണം. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. ഇവിടെ ചില വെല്ലുവിളിയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇവിടുത്തെ ഈ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള, ഇന്ത്യയെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് UDF സ്ഥാനാർത്ഥിയെ പരസ്യമായൊരു സംവാദത്തിന് ക്ഷണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തുറന്ന സംവാദത്തിന് ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നോട് ഇങ്ങോട്ട് പറയാതെ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ദാറ്റ് ഈസ് ഫിനിഷ്ഡ്. അതൊന്നും ആവശ്യമില്ല അല്ലേ? ജനങ്ങളൊക്കെ തന്നെ കൃത്യമായ മറുപടി. ആ വെല്ലുവിളി ജനങ്ങളോടാണ്, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുക. ഞാൻ ഈ സ്ഥാനാർത്ഥിയെ പറ്റി പറയാറില്ല, എൻ്റെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയെ പറ്റി എന്താ പറയേണ്ട കാര്യം. നമ്മൾ സ്ഥാനാർത്ഥികളെ ബഹുമാനിക്കുന്നു. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഞാൻ കാണുന്നത് അവർ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ പ്രതിനിധികളാണ്, ആണല്ലോ. ആ രാഷ്ട്രീയം ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലും അതും കൂടി ചേരുമ്പോഴാണ് ഇന്ത്യയിൽ ഡെമോക്രസി ആവുന്നത്. ആ നിലയ്ക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്ത് കാണുക എന്നല്ലാതെ അതിലപ്പുറമൊന്നുമില്ല. പിന്നെ ഇത്തരം ആശയപരമായി വല്ലതുണ്ടെങ്കിൽ പറയട്ടെ എല്ലാവരും. മാത്രമല്ല, നമുക്കൊരു പൊതുവായിട്ടൊരു വലിയ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തിലെ മതേതര സമൂഹം പോകുമ്പോൾ ആ മതേതര സമൂഹത്തിലും വിള്ളലുണ്ടാക്കുക, അത് അവരവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനിടയിൽ വിള്ളലുണ്ടാക്കുക എന്ന് പറയുന്നത് ബാലിശമാണ്. അത് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടുണ്ടായിത്തീരുന്ന ഒരു ആശയദാരിദ്ര്യമാണ്. അവസാനമായി, ഈ വടകരയിലെ LDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയതിൽ ചില മുസ്ലിം ലീഗ് അനുഭാവികളുണ്ട്, അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങ് ഈ വിഷയങ്ങൾക്ക് കൃത്യമായ നിലപാട് കാലങ്ങളായിട്ട് പറയുന്നൊരു വ്യക്തിയാണ്, വ്യക്തി അധിക്ഷേപങ്ങൾക്കെതിരെയൊക്കെ തന്നെ. ഞാൻ ഈ കാര്യത്തെ പറ്റിയൊക്കെ UDF നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അതിലപ്പുറം ഒന്നും പറയാം. എല്ലാവിധ ആശംസകളും ആ നിലയിൽ. തീർച്ചയായും ആളുകൾ ആ നിലയിലുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അനാവശ്യ വിവാദങ്ങളൊക്കെ തന്നെ ബാലിശമാണെന്നൊരു പ്രതികരണമാണ് സമദാൻ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TVയോടെ നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, പൊന്നാനി. താങ്ക് യു മുബഷർ, താങ്ക് യു മൈ ഡിയർ.